ഹായ് ഹലോ എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് എന്ന് പോകുന്നപ്പോഴത്തേക്ക് കടക്കല് എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ നടക്കുന്നുണ്ട്. കടക്കൽ തിരുവാതിര നടക്കുന്ന ക്ഷേത്രമാണ്. അപ്പൊ നമ്മൾ അവിടെ ദേവീക്ഷേത്രമാണ് നമ്മൾ അവിടെ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ അവിടുത്തെ ആ ഒരു പരിസരത്ത് കടക്കൽ തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഒരു ആഘോഷത്തിന്റെ ആ ഒരു കാഴ്ചകളുണ്ടല്ലോ, അതാണ്. അപ്പൊ അതിന് നമ്മുടെ സംസാരമോ കാര്യങ്ങളൊന്നുമില്ല, അവിടെ നടക്കുന്ന അതുപോലെ നിങ്ങളെ നമ്മൾ എത്തിക്കുകയാണ്. അപ്പൊ നമ്മള് കാഴ്ച കാണിച്ചു. അങ്ങനെ നമ്മള് കടക്കിലെത്താറായി. എന്നാലും കടക്കിൽ ജംഗ്ഷൻ അല്ല ഇത്. ഇത് ഏകദേശം തുളസിമുക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരു ടീം ഇവിടെ നിന്ന് ഒരു ടീം അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാങ്ങലുകാട് ആ ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പാങ്ങലുകാട് ഏരിയയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓരോടത്തും ഓരോ ഗ്രൂപ്പുകളാണ് മക്കളെ ഇത് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ അവര് ഓരോ സ്ഥലത്ത് ഓരോ പാട്ടൊന്നും അവര് അവിടെ പാട്ടൊക്കെ വച്ചേക്കുന്നതിന് ഓരോ സ്ഥലങ്ങളിലും അവർ ഓരോ ടീമുകളാണ് ഇത് ലൈറ്റും കാര്യങ്ങളും അങ്ങനെ എല്ലാം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇപ്പോൾ ഒരു നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളില്ലേ നിങ്ങളുടെ സ്കൂളിൽ തന്നെ, അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ കടക്കൽ തിരുവാതിര എന്ന് പറയുമ്പോഴത്തേക്ക് ഉത്സവത്തിന് അവിടെ ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രം കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ ഓരോ ടീമായിട്ട് എല്ലായിടത്തും പരിപാടിയും പിന്നെ ലൈറ്റും പാട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യൂടെ. പിന്നെ കടക്കൽ തിരുവാതിര എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഉത്സവമാണ്, അവിടെ ഭയങ്കര ജനമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് പോയതെങ്കിലും നമ്മൾ തിരുവാതിരയ്ക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. മക്കൾ അവിടെ തിരക്ക് കണ്ടില്ലേ, ഭയങ്കര തിരക്കല്ലായിരുന്നു. എന്റെ പൊന്നു ഇവിടെ പറഞ്ഞിട്ട് അവിടെ തിരക്കില്ലായിരുന്നത്. ഇവിടെ അല്ല, നീ അമ്പലത്തിന് അവിടത്തെ തിരക്ക് നീ കണ്ടില്ലേ? റോഡിലെ തിരക്കെന്ന് തിരുവാതിര കഴിഞ്ഞോണ്ടല്ലേ, തിരുവാതിരയിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഉത്സവമല്ലേ നടക്കുന്നുള്ളൂ, അതിന്റെ തിരക്കല്ലേ. പിറ്റേന്നായിരുന്നു, തലേ ദിവസമല്ലേ? അതെ, നമ്മൾ പിറ്റേ ദിവസമാണ് തിരുവാതിര. നമ്മൾ പോയില്ല. അപ്പോൾ നമ്മൾ ഇത് വരുന്ന വഴിക്കാണ്. അതുകൊണ്ട് ഇതൊക്കെ ടൗൺ നമ്മളെ അമ്പലഭാഗവും കാര്യങ്ങളിലൊക്കെയാണ് ഈ ലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വേറെ വേറെ ടീമുകളായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ലൈറ്റ്, ഇഷ്ടം പോലെ. നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കൊണ്ട് എടുത്തത് നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല അല്ലേ. പല മോഡലിലാണ് എല്ലായിടത്തും ലൈറ്റ് അറേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവൽ. എല്ലാം മൂവി ലൈറ്റുകളൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റാതായിപ്പോൾ. അത് ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഒരു പരുവത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളിത് കടക്കൽ ടൗൺ നമ്മൾ എടുത്തിട്ടില്ല. കടക്കൽ ടൗൺ ഇതിനെക്കാളും ലെവലാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് കടക്കൽ ടൗണിൽ നമ്മൾ പോയില്ല. നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഭാഗമൊക്കെയാണ്. അതെ, ശിവനും പാർവതിയൊക്കെ ചെയ്തേക്കുന്നുണ്ടോ. അമ്പലത്തിൻ്റെ ആ ഏരിയയാണ് നമ്മളിപ്പോൾ ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിതിൻ്റെ ഷോർട്ട് കട്ട് വഴി അമ്പലത്തിൻ്റെ അവിടെ ചെന്നതിന് ശേഷം അതിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതെ, കൊള്ളാം, സൂപ്പറല്ലേ, അടിപൊളിയല്ലേ. എന്തിനുണ്ടായിരുന്നു? ശിവനും പാർവതി, മുരുകൈ, അയ്യപ്പൈ, മഹാവിഷ്ണു, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ദേവി, ദുർഗാദേവി, പാർവതി, എല്ലാവരെയും ഒരിടത്ത്. മറ്റേ കളിപ്പാട്ടത്തിൻ്റെ വല്ലാതെ ബോൾ തട്ടി കളിക്കുന്ന അതൊക്കെ അങ്ങനെയാണ്. ലൈറ്റ് ഇങ്ങനെ അനക്കെ ചെയ്യില്ല, അതേപോലെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ബാക്കിൽ നിന്നാണ് കണ്ടത് വണ്ടിയിൽ. നീ ബാക്കിൽ നിന്ന് ഏറ്റവും ആട്ടൊരു ഏറ്റവും ബാക്കി നിനക്ക് ഇഷ്ടപ്പെട്ടല്ല. എന്നാലും ഞാൻ അതാണ് കണ്ട് സൂപ്പറല്ലേ. മരത്തിലൊക്കെ പച്ച ലൈറ്റ്, മരത്തിലൊക്കെ ലൈറ്റൊക്കെ വെച്ച് ഓരോ വഴിയിൽ നിന്ന് കയറുമ്പോഴേക്കും ഓരോ സൈഡിലോട്ട് അങ്ങോട്ടുള്ള സെറ്റായിട്ട് പാട്ട് ടീം. ഇത് നമ്മൾ കണ്ടോ, ഈ ജംഗ്ഷനിൽ കണ്ടോ അവർ ആ ഒരു മതസൗഹാർദ്ദം കണ്ടോ. മുസ്ലിം പള്ളിയിൽ വരെ അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല സൂപ്പറായിട്ടാണ് ലൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. മിനുട്ടിയേ, കടക്കൽ ക്ഷേത്രത്തിനെ കുറിച്ച് മക്കൾക്ക് അറിയണ്ടേ? പറഞ്ഞു തരണോ?
ഇത് കൊല്ലം ജില്ലയിലാണെന്ന് നമുക്കൊക്കെ അറിയാമോ? ആ, ഇത് കൊല്ലം ജില്ലയിലാണ് നമ്മുടെ കടക്കൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ആൽത്തറമോട്, കൊല്ലം ജില്ലയിലെ ആൽത്തറമോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കടക്കൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടക്കൽ അമ്മ എന്ന പേരിലാണ് കടക്കൽ ദേവീക്ഷേത്രത്തിലെ മൂർത്തി അറിയപ്പെടുന്നത്. മക്കളുടെ തിരുവനന്തപുരത്ത് നിന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മളിവിടെ അടുത്തായതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിചാരിച്ചിരുന്നത്. ഇത് തിരുവനന്തപുരം അല്ല കേട്ടോ, അത് കൊല്ലത്താണ് നമ്മളന്ന് പോയത്. ആ, അതാണ്. പിന്നെ പരാശക്തിയുടെ അവതാരമായ ഭദ്രകാളിയാണ് കടക്കലമ്മ കേട്ടാ. ആ, ഭദ്രകാളി എന്ന് വെച്ചാൽ ദേവിയുടെ ഒരു രൂപമാണ് ഭദ്രകാളി. ആ, പിന്നെ ദേവിയുടെ തൃപ്പാദം എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടക്കൽ എന്ന പേര് കിട്ടിയതെന്ന് കരുതുന്നു. എന്താണ്? ദേവിയുടെ ദേവിയുടെ തൃപ്പാദം, ദേവിയുടെ തൃപ്പാദം എന്നാണ് കടക്കലിനെ അറിയപ്പെടുന്നത്. അതെ. പിന്നെ നാനാജാതി മതസ്ഥരെയും ആകർഷിക്കുന്ന പ്രശസ്തമായ കടക്കൽ തിരുവാതിര ഉത്സവം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും കുംഭമാസത്തിലാണ് ആഘോഷിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ കുംഭമാസത്തിലെ ഉത്സവത്തിനാണ് നമ്മൾ എവിടെ എത്തിയത്? കടക്കൽ ക്ഷേത്രത്തിലെത്തിയത്. ഇവിടെ പ്രതിഷ്ഠയില്ല എന്നതാണ് ഒരു പ്രത്യേകത. എന്താണ്? പ്രതിഷ്ഠയില്ല. ബാക്കിയുള്ള ക്ഷേത്രങ്ങളെ കണക്കൊക്കെ ഇവിടെ പ്രതിഷ്ഠയില്ല കേട്ടോ. അനവധി ആരാധനാലയങ്ങളും ക്ഷേത്ര സമുച്ചയങ്ങളുമുള്ള കടക്കൽ ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കടക്കൽ ദേവി ക്ഷേത്രം അഥവാ കടക്കലമ്മ. നമ്മുടെ കടക്കലമ്മയുടെ എന്നറിയപ്പെടുന്ന ഈ കടക്കലമ്മ എന്നറിയപ്പെടുന്ന ഈ ദേവിയുടെ തൃപ്പാദത്തിൽ കടക്കൽ എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടക്കൽ എന്ന പേര് കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ഈ പേരിൽ തന്നെയാണ് ഈ സ്ഥലവും അറിയപ്പെടുന്നത്. നമ്മളിതിൻ്റെ ചരിത്രമൊക്കെ പറയണമെങ്കിലേ മക്കളെ, കൊല്ലം ജില്ലയില് നെലമേലും ചിതറയ്ക്കും ഇടയിലുള്ള കടക്കൽ എന്ന നഗരം കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്ന കടക്കൽ വിപ്ലവം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിലാണ് കേട്ടോ. കടക്കൽ വിപ്ലവം എന്നത് നമ്മുടെ ചരിത്രത്തിലുമുണ്ട്. നമ്മുടെ ഈ പ്രദേശം കടക്കൽ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് ഇത് അവിടെ അറിയപ്പെടുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് കേട്ടോ. സർ CPക്കെതിരെ പോരാടി സ്വന്തമായൊരു സ്റ്റേറ്റ് തന്നെ പ്രഖ്യാപിക്കുകയും ജനാധിപത്യത്തിലൂന്നിയ മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്ത കടക്കൽ വിപ്ലവം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. ഓക്കെ മക്കളെ, നമ്മളിവിടെ ഇന്ന് ആരാണ് പ്രോഗ്രാമിന് വന്നതെന്നറിയാമോ? അയ്യോ, നമ്മുടെ കൊച്ചേട്ടനും പിള്ളേരും, നമ്മുടെ പൊടിയും കൊച്ചേട്ടനും വനജ ടീച്ചറൊക്കെയാണ് വന്നത്. നമ്മുടെ പറഞ്ഞത് ഇവിടെ ഇതല്ലാതെ നമ്മളിവിടെ നടന്നുകൊണ്ടുവന്ന് നമ്മളൊരു ഫ്യൂഷൻ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ അല്ലായിരുന്നു ആ ചെണ്ടകൊട്ട്? അടിപൊളിയല്ലായിരുന്നോ? നല്ല സത്തമായിരുന്നല്ലേ? പാട്ട് നല്ല ഓളിയായിരുന്നു, അടിപൊളിയല്ലായിരുന്നു. നമുക്ക് ഭയങ്കര ജനത്തിരക്കാണ്ട് നമുക്ക് അവിടെ പോയി ഇരുന്ന് നേരെ കാണാനൊന്നും പറ്റിയില്ലല്ലോ മക്കളെ. പക്ഷേ ഇവരത് അങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഓടി അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി കൊത്ത് എവിടെ പോയി ഇരുന്ന് ഒരു സീറ്റ് കണ്ടുപിടിച്ച് നോക്കിയാൽ ജനത്തിരക്ക് കണ്ടാ. ഈ പരിപാടി കാണാനുള്ള ജനത്തിരക്കാണ് കൂട്ടുകാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സ്റ്റേജിൻ്റെ മുൻവശത്തായി കാണുന്ന ഈ ജനത്തിരക്കെന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള ജനത്തിരക്കല്ല. ഈ പരിപാടി കാണുന്നതിനും നമ്മുടെ കടക്കൽ അമ്മയെ ദർശിക്കുന്നതിനും ഒരു നോക്ക് കണ്ടിട്ട് അവിടെ തൊഴുതു പോകുന്നതിനുമായിട്ട് വന്ന ജനസാഗരമാണ് അല്ലേ ബാബച്ചി? വിളിച്ചാൽ വിളിയേൽക്കുന്ന അമ്മ. അതെ, വിളിച്ചാൽ വിളിയേൽക്കുന്ന അമ്മേനെ കാണാൻ വന്നതാണ് നമ്മുടെ ഇവിടത്തെ ഈ നിങ്ങൾ ഈ കണ്ട ജനസാഗരം. 100 200 അല്ല 1000 അല്ല അങ്ങ് കിടക്കുകയാണല്ലേ. അതെ 400. എൻ്റെ പൊന്നു മക്കളെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൊടിയും കൊച്ചേട്ടനും പിള്ളേരും എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ രാജേഷ് കൊട്ടാരത്തിൽ, പിന്നെ അതുകൂടാതെ തന്നെ സുജിത്ത് കോന്നി, പിന്നെ നമ്മുടെ ഹരി ഉദിമൂട്, ഇങ്ങനെ വരെയുള്ള 3 പേര്, പിന്നെ അതല്ലാതെ തന്നെ ബിനു ഗിന്നസ്, ഇവരെല്ലാവരും കൂടെ പങ്കെടുത്ത ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അടിപൊളി കോമഡി പ്രോഗ്രാം അല്ലായിരുന്നോ? അതേനാ ചിരിച്ചിരിച്ച് ഊപ്പാട് വന്നല്ലേ.
അച്ഛനെ മാറി പോവാക്ക് അങ്ങനെ ഓ എൻ്റെ പൊന്നോ, എൻ്റെ മീനോടെ കിടന്ന് ചിരിച്ച് മറിഞ്ഞ്. അയ്യോ, അപ്പൊ അവര് വന്നപ്പോ നിനക്ക് ഭയങ്കര സന്തോഷമായോ? അതായത് അവര് വന്നാണ്ടോ, ഇവര് വന്നപ്പോ മക്കൾക്ക് ഭയങ്കര സന്തോഷമായോ? സ്റ്റേജിൽ വന്നിട്ട് അവര് സംസാരിച്ചപ്പോ മക്കൾക്ക് എന്ത് തോന്നി? അവര് സംസാരിച്ചപ്പോഴേ നല്ല കോമഡിയാണെന്ന് തോന്നിയ? അവർ അലുമ്പ് കാര്യങ്ങളൊന്നും പറയാറില്ല, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കുടുംബ പ്രേക്ഷകർക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇരുന്ന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള, അതെ, ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള കോമഡികൾ മാത്രമാണ് നമ്മുടെ ആര് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഈ ചേട്ടന്മാർ ഉപയോഗിക്കുന്നത് കേട്ടോ. വളരെ നല്ല, അതെ, മാമാര് നല്ല ശുദ്ധ ഹാസ്യമാണ്. മാമാരോടെ ഒന്ന് മക്കളെ ഫോട്ടോ എടുത്തില്ലേ? ആ, അതെ അതെ. അപ്പോൾ അവർ വന്ന പരിപാടി, വന്ന വണ്ടിയാണ് പട്ടാഴിയമ്മ, നമ്മുടെ കലാരസിക, തിരുവനന്തപുരം കൊച്ചിൻ കലാരസികയുടെ പ്രോഗ്രാമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെ പ്രോഗ്രാം കണ്ടു, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോഴേ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. കടയ്ക്കൽ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചേട്ടനും പൊടിയും കൊച്ചേട്ടനും പിള്ളേരും എത്തിയതും എല്ലാം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.